നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ്റെ ഒരു അനാലിസിസ് നടത്താം. ഇനി ഉടൻ തന്നെ 2 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മലയാളം പരീക്ഷ ആരംഭിക്കുകയാണ്, +1. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ 2.5 മണിക്കൂറാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്യേണ്ട സമയം. 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിലെ മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ടീച്ചർ ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉചിതമായ 2 ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൽ ഒന്നാമത്തെ ചോദ്യം, സമൂഹത്തെ ഗുണപരമായി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്നവരെയാണ് ചരിത്രം ഓർത്തുവെക്കുന്നത്. ജോനാഥൻ എന്ന കടൽക്കാക്കയുടെ ജീവിതവുമായി ഈ ആശയത്തിനുള്ള ബന്ധം വ്യക്തമാക്കുന്ന 2 സവിശേഷതകൾ എടുത്തെഴുതുക. അപ്പോൾ ഇവിടെ തൻ്റെ ജനം ഇരുളിനെ കീറി മുറിച്ച് ഉയർന്നു പറക്കുന്ന സ്വപ്നമായിരുന്നു ജോനാഥാനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. അതുപോലെ അതിൽ 2 പോയിന്റ് എഴുതണമല്ലോ. അതിലെ 3ാമത്തെ പോയിന്റാണ് അടുത്തത്. കൂടുതൽ ഉയരത്തിൽ പറക്കുന്നവനെ കൂടുതൽ ദൂരം കാണാനാവൂ എന്നവൻ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെയുള്ള കാക്കകൾ എപ്പോഴും താഴ്ന്നു പറക്കുന്നവരായിരുന്നു. കടൽക്കാക്കളുടെ രീതി അതാണ്. മീന് വെള്ളത്തിന് മുകളിൽ പൊങ്ങി വരുന്നത് നോക്കിയാണ് ഇവർ പറക്കുന്നത്. പക്ഷെ ജോനാഥാൻ ആഗ്രഹിച്ചത് ഉയരങ്ങളിലേക്ക് പറക്കണം, എന്നാലേ ഉയരങ്ങളിലെ കാഴ്ചകൾ കാണാൻ പറ്റൂ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഉയരങ്ങളിലേക്ക് കടക്കണം എന്നൊരു ചിന്ത, ഉയരങ്ങളിലേക്ക് എത്തണം എന്നൊരു ചിന്ത ഉണ്ടായാലേ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. അപ്പോൾ ആ ഒരു ആൻസേഴ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ പോലും ഈ ചോദ്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 2ാമത്തെ ക്വസ്റ്റ്യൻ, ചെറുതുകളുടെ അതിജീവനമാണ് TP രാജീവിന്റെ മത്സ്യം എന്ന കവിത മുന്നോട്ട് വയ്ക്കുന്നത്. ആ കവിതയിലെ 2 ആശയങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് അതിലെ പ്രധാന ആശയം എന്ന് പറയുന്നത് സമൂഹം എന്ന വ്യവസ്ഥയ്ക്കകത്ത് ഒറ്റപ്പെടുന്ന ഒരു വ്യക്തിയാണ് മത്സ്യമായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ ചെറിയവരുടെ പ്രതിരോധ സജ്ജമായ മനസ്സ് എന്നുകൂടെ ഉള്ളതാണ് അതിൻ്റെ 2ാമത്തെ പോയിന്റ്. അതായത് ചെറുതുകൾ എപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്നവരാണ്. ഈ വലിയവരിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ, മരണം വന്ന് പിടിക്കുമ്പോഴും അതൊക്കെ ആകുമ്പോഴും ഈ ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവർ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എപ്പോഴും പൊരുതി നിൽക്കുന്നവരാണ്. അപ്പൊ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ഈ മത്സ്യം. ചൂണ്ടക്കുളത്തിൽ നിന്നും ഇതിലൊക്കെ ഈ ഒരു മണൽത്തരിയോളം പോകുന്ന മത്സ്യമാണെങ്കിൽ അതിങ്ങനെ കുതറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയവരുടെ മനസ്സ് എപ്പോഴും പ്രതിരോധ സജ്ജമാണ് എന്നുള്ള ഒരു ആശയം കൂടെ തരുന്നു. അപ്പൊ സമൂഹത്തിലാണെങ്കിലും നമുക്കറിയാം, നന്നായി അധ്വാനിച്ച് ജീവിക്കുന്നവർ അവരുടെ ശരീരം തളരുവോളം അവർ അധ്വാനിക്കുന്നതായിട്ട് തന്നെ നമുക്കറിയാം, എത്ര പ്രായം ചെന്നവരായാലും. പക്ഷെ അതെന്തുകൊണ്ടാണ്? എപ്പോഴും അങ്ങനെ ഒരു പ്രതിരോധ സജ്ജമായ മനസ്സ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് ക്ഷീണമൊന്നും വകവയ്ക്കാതെ ഒരു വെയിലത്തും പാടത്തും ഒക്കെ പണി ചെയ്യുന്നവർ അവരുടെ ജീവിതമാർഗവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സജ്ജമായ മനസ്സും അതിനുണ്ട്. അപ്പോൾ അതുകൂടെയാണ് ആൻസർ. 3ാമത്തെ ചോദ്യം, സൈക്കിൾ മോഷ്ടാക്കൾ എന്ന ചലച്ചിത്രം അല്ലെ, ബൈസൈക്കിൾ തീവ്സ് എന്നുള്ള ചലച്ചിത്രം തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്നവരെ നാം കാണുന്നത് ആൾക്കൂട്ടമാണ്. അപ്പൊ ആൾക്കൂട്ടം പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന 2 സന്ദർഭങ്ങൾ എഴുതുക എന്നുള്ളതാണ്. 1, റിച്ചി കള്ളനെ പിടികൂടുന്നിടത്ത് ആൾക്കൂട്ടം എത്തുന്നുണ്ട്. 2, റിച്ചി ഒരു സൈക്കിൾ മോഷ്ടിക്കുമ്പോൾ ആൾക്കൂട്ടം അയാളെ കയ്യോടെ പിടികൂടുന്നു. അപ്പൊ ഈ 2 സന്ദർഭവും നമ്മൾ ഓർത്തു വയ്ക്കണം. പരീക്ഷയ്ക്കും വേറെ രീതിയിൽ ചോദ്യം വന്നാലും ആൾക്കൂട്ടത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഇത് എഴുതാവുന്നതാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, കാലം ഇത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു സഹിച്ചു, എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം, ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ലഘു ഗ്രന്ഥമാണല്ലോ ഞാൻ. ഈ ആശയത്തിന് സമാനമായ 2 സൂചകങ്ങൾ എഴുതുക. അപ്പൊ അത് അനർഘ നിമിഷത്തിലേതാണ്. അപ്പൊ ഇതിലെ ജനനത്തിന്റെയും മരണത്തിന്റെ ഇടയിലുള്ള അനർഘമായ വിലമതിക്കാനാവാത്ത സമയമാണ് ജീവിതം എന്നുള്ളതാണ് ഒരു ആൻസർ. 2, മരണത്തിന്റെ ഇരുണ്ട ഗുഹാമുഖം ദർശിക്കുന്ന മനുഷ്യന്റെ അവാച്യമായ മാനസിക വിഭ്രമമാണ് അനർഘ നിമിഷം എന്ന് പറയാം. അതായത് മരണം നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ അത് ദർശിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന പുറത്ത് പറയാൻ പറ്റാത്ത മാനസിക വിഭ്രമമാണ് അനർഘ നിമിഷത്തിലൂടെ പുറത്തേക്ക് കവി ബഷീർ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഒരു കാലം അത്രയും എന്നെ നീ സ്നേഹിച്ചു. ഇപ്പൊ ഈശ്വരൻ ആണ് തന്നെ സ്നേഹിച്ച് ഇങ്ങനെ കൊണ്ടുവന്നത്. അപ്പൊ ഒരു സ്നേഹം എന്നുള്ളത് ഈശ്വരനോടാകാം എന്നൊക്കെയുള്ളത് ആ പാഠത്തിനകത്ത് പറയുന്നുണ്ട്. ഇനി അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷര മന്ത്രം എന്ന് പറഞ്ഞാൽ 9 അക്ഷരങ്ങളുള്ള മന്ത്രമാണ്. അരുളുള്ളവനാണ് ജീവി എന്നതിൽ 9 അക്ഷരങ്ങളുണ്ട്. അപ്പൊ ഇതുകൊണ്ട് അർത്ഥമാകുന്ന 2 ആശയങ്ങൾ. 1, അരുള്, അൻപ്, അനുകമ്പ എന്നിവ 3നും ഒരേ അർത്ഥമാണ്. 2ാമത്തെ ആൻസർ, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ സദാ ഉള്ളിലുള്ളവനാണ് അരുളുള്ളവനാണ് ജീവി. അല്ലെ, ഒരു ഉറുമ്പിന് പോലും പീഡ വരുത്തരുതെന്ന് ചിന്തിക്കുന്നവനാണ് അരുളുള്ളവൻ. ഇനി 6ാമത്തെ ചോദ്യം, ഗർഭപാത്രം പ്രതീകമായി മാറുന്ന കഥയാണല്ലോ KP രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ.
ഈ ആശയം ശരിവെക്കുന്ന 2 കഥാസന്ദർഭങ്ങൾ കണ്ടെത്തുക. ഒന്നാമത്തെ ആൻസർ പോയിന്റ്, ഓപ്പറേഷൻ ടേബിളിന്റെ താഴെ വെച്ച് തൊട്ടിയിൽ രക്തം പുരണ്ട അവയവം മുറിഞ്ഞ് വീണു. അടുത്ത പോയിന്റ്, 11 സ്റ്റിച്ചുകൾ ചെയ്യാനുള്ളത് കൂടി ഒരുമിച്ച് ടേബിളിനടിയിലെ തൊട്ടിയിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് താൻ കിടന്ന ഗർഭപാത്രമാണ് ഡോക്ടർ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. പിന്നീട് അദ്ദേഹം ആ ഗർഭപാത്രത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിന് 1-2 വാക്യങ്ങൾ ഉത്തരം എഴുതുക. 2 സ്കോർ വീതം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 7ാമത്തെ ചോദ്യം, ഓർമ്മയുടെ ജനമെന്ന കഥയിൽ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന 2 പരാമർശങ്ങൾ കണ്ടെത്തി കുറിക്കുക. അപ്പോൾ ഇതിന് 1-2 വാക്യങ്ങളിൽ മാത്രം ഉത്തരം എഴുതിയാൽ മതി. 2 വാക്യങ്ങളായിട്ട് എഴുതിയാൽ മതി. ഇൻട്രൊഡക്ഷൻ എഴുതുന്ന ആവശ്യമില്ല, എഴുതിയാൽ മതി. അതിൽ 7ാമത്തെ ചോദ്യം, ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന 2 പരാമർശങ്ങൾ കണ്ടെത്തി കുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിരവധി പ്രാവശ്യം ഇതിനകത്ത് അങ്ങനെയുള്ള കഥാസന്ദർഭങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യ ഭാഗത്ത് തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ വള്ളത്തോൾ വന്നൊരു സമ്മേളനം ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എന്നവർ പറയുന്നു. എന്നിട്ട് ആ വൃദ്ധ പറയുന്നു, അന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ, എല്ലാവർക്കും ഭ്രാന്തല്ലേ, നൈലോണും ലൈലക്സും ഉള്ള എല്ലാവരും കത്തിച്ച് കളഞ്ഞു, ഖദറെ ഉടുക്കും. അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഖദർ ഉടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് കറുത്ത കരയുള്ള ഒരു സാരി ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ ആ ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തൻ്റെ ആദ്യത്തെ കഥ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ പോകുന്ന സ്ത്രീയെക്കുറിച്ചായിരുന്നു എന്നതും ആ ഭാഗവും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. കായലരികത്ത് എന്ന ഗാനത്തിലെ നാടൻ ഭാഷാ പ്രയോഗത്തിന് 2 ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക എന്ന ചോദ്യമാണ്. കായലരികത്ത് എന്ന സിനിമാ ഗാനത്തിലെ നാടൻ ഭാഷാ പ്രയോഗത്തിന് 2 ഉദാഹരണങ്ങൾ എഴുതുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് നാടൻ ഭാഷാ പ്രയോഗം എന്ന് പറഞ്ഞാൽ, എണ്ണ കാച്ചിയ കണ്ണിനാൽ എൻ്റെ കരളിനു ഉരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം. അത് ഒരു നാടൻ ഭാഷാ പ്രയോഗമാണ്, എണ്ണ കാച്ചുക എന്നുള്ളത്. അപ്പോൾ കരളിനകത്തിട്ട് എണ്ണ കാച്ചിയ ഒരു നൊമ്പരമാണ് ഉണ്ടായത്, കരള് തിളച്ചു എന്നാണ് ഇവളുടെ കണ്ണ് കണ്ടപ്പോൾ. അതുപോലെ കയറ് പൊട്ടിയ പമ്പരം, കൽബിൽ അത് നീ ആ കണ്ണെറിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കയറ് പൊട്ടിയ പമ്പരം പോലെയായി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ നാടൻ ഭാഷാ പ്രയോഗത്തിന് ഉത്തരമായിട്ട് കണ്ടെത്താവുന്നതാണ്. അതുപോലെ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോൽ വലിഞ്ഞുപോയി, ഇതൊക്കെ വമ്പഴുന്ന അവളുടെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകളെല്ലാം കമ്പൊടിഞ്ഞ കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി എന്നൊക്കെയുള്ളത് നാടൻ ഭാഷാ പ്രയോഗമായിട്ട് കാണാവുന്നതാണ്. അടുത്ത 9ാമത്തെ ചോദ്യം, താമരക്കുളങ്ങൾ തൻ വക്കിലെ തോപ്പിൽ കൂടി, ആ ഒരു കവിതയുണ്ടല്ലോ, പി കുഞ്ഞിരാമൻ നായരുടെ ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിതയിലെ ആശയങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വരികളുടെ ആശയം 1-2 വാക്യത്തിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഋതുക്കളുടെ മാറ്റമാണ്, അല്ലെ, കാലാവസ്ഥയിലുണ്ടാകുന്ന കാലക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഋതുക്കൾ മാറുമ്പോൾ പറ്റങ്ങൾ അവിടെ നിന്ന് പറന്നു പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് മലകൾ, ഇങ്ങനെയുള്ള മലകളാണ്, കവിതാ സമാധിയിൽ ഉറച്ചതുപോലെയാണ് മലകൾ കാണപ്പെടുന്നത്. ഇതെല്ലാം പ്രകൃതിയുടെ സൗന്ദര്യമാണ്, ഇതെല്ലാം മറന്ന് എനിക്ക് മറക്കാനും പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ കവിതയുടെ ആശയം പറയുന്നുണ്ട് നന്നായിട്ട്, അതൊന്ന് കേൾക്കുക. അപ്പോൾ ഈ ഒരു കവിതയുടെ ആശയം ആണ് 1-2 വാക്യത്തിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി പീലിക്കണ്ണുകൾ എന്ന പാഠഭാഗത്തിൽ ശ്രീകൃഷ്ണൻ ഓർത്തെടുക്കുന്ന കൂട്ടുകാരുമൊത്തുള്ള ബാല്യകാല അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ, കൂട്ടുകാരെ നുള്ളി എന്ന് വെച്ചിട്ട് അമ്മ എന്നെ പീലി കൊണ്ട് അടിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ പിന്നെ ഒരു അനുഭവം പറയുന്നത്, കാളിന്തി തീരത്തെ കായ്കളെ തിന്നാണ് താൻ വളർന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുമായുള്ള ലീലകൾ ഞാൻ ആലോചിക്കുന്നുണ്ട് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും അദ്ദേഹം ശ്രീകൃഷ്ണൻ തൻ്റെ ഓർമ്മയുടെ ബാല്യകാല അനുഭവങ്ങളിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ 11 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ 6 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിത ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 4 സ്കോർ വീതം. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠഭാഗത്തിലൂടെ എൻ എ നസീർ ആവിഷ്കരിച്ച കാടകത്തിന്റെ അനുഭൂതികൾ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെയാണ് പാഠത്തിന്റെ ആശയം അറിയാമെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റുന്നത്. അപ്പൊ കാടിന്റെ അനുഭൂതി ഉണ്ടല്ലോ, കാടകത്തിന്റെ അനുഭൂതി, കാടിന്റെ ഉള്ളിൽ അകപ്പെടുന്നതിന്റെ അനുഭൂതി, അത് സ്വന്തം വാക്യങ്ങൾ നിങ്ങൾക്ക് വിവരിക്കാം. പക്ഷെ നസീർ എഴുതിയ ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അതിനകത്ത് പ്രധാനമായി ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് നമ്മൾ കുപ്പിയിൽ മിനറൽ വാട്ടർ കുടിക്കുന്നവരാണ്, പക്ഷെ അതിനേക്കാൾ എത്ര ശുദ്ധമാണ് കാട്ടിലെ വേരുകളിലൂടെ ഒഴുകി വരുന്ന അരുവിയിലെ ജലം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ കാടകത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് നമുക്ക് എഴുതാൻ, അപ്പോൾ ആ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ഏതെങ്കിലും 4 സൂചനകൾ. ടി.പി. രാജീവന്റെ മത്സ്യം. അപ്പോൾ ആ കവിതയുടെ ആശയം മനസ്സിലാക്കിയിരുന്നാൽ അതിന് ഉത്തരം എഴുതാൻ കഴിയും. കൈപ്പാട് കേൾക്കുന്നുണ്ടോ എന്നുള്ള ഡോക്യുമെന്ററികൾ രണ്ടും ശ്രദ്ധിക്കുക, അതിൻ്റെ വീഡിയോ കേൾക്കുക.
അതിൻ്റെ രണ്ടും കൂടെ സാമ്യപ്പെടുത്തിക്കൊണ്ടുള്ള നിരീക്ഷണക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ കൈപ്പാട് അറിയാലോ, പ്രകൃതിയുടെ ആ ഒരു നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയിൽ നിലനിൽക്കുന്ന ഈ നദികളുമായി ചേർന്ന് കിടക്കുന്ന വെള്ളം കെട്ടുള്ള പാടങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഡോക്യുമെൻ്ററി ആയിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് ഹ്രസ്വ ചിത്രം, അതും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ അത് അഭിനേതാക്കളാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. മറ്റേത് യഥാർത്ഥമായ ചിത്രീകരണമാണ് ഏതാണ് കൈപ്പാട്. അത് അടുത്ത ചോദ്യം 14. വിജയയെ അഭിമന്യുവിനെ പോലെ ആ ബാലൻ നിൽക്കുകയായിരുന്നു. ലാത്തിയും വെടിയുണ്ട് എന്ന ഈ പാഠഭാഗത്തിലെ കഥാഗതിയിൽ ഈ ഒരു ബാലൻ ക്ലോക്ക് ടവറിന്റെ മുകളിൽ ഭാരതമാതാവിന്റെ നമ്മുടെ ഭാരതത്തിന്റെ പതാകമേ എന്തി നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ദൃശ്യം, ആ ഭാഗത്തിന്റെ പ്രാധാന്യം അതുകൂടെ എഴുതുക. അപ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ വിത്ത് ആൻസർ ആണ് വരേണ്ടത്. ഇനി അടുത്തത് മുഹൈദ്ദീൻ മാലയിലെ ഒരു ചോദ്യമാണ്. അതിലെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ 4 അപദാനങ്ങൾ നമ്മൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. അടുത്ത 16ാമത്തെ ചോദ്യം കുറ്റിച്ചൂല്, നാറത്തേപ്പ്, ഞണങ്ങിയ വക്കുള്ള കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണ്. അപ്പൊ ഇതില് സ്ത്രീ ജീവിതം എന്ന് പറഞ്ഞാൽ ആവശ്യം കഴിഞ്ഞു. കുറ്റിച്ചൂലിന്റെ ഉപയോഗം എന്താണ്? തൂത്തതിന് ശേഷം അത് അതിന്റെ അറ്റം തേഞ്ഞു പോകുമ്പോൾ നമുക്ക് വലിച്ചെറിയാനുള്ളതാണ്. നാറത്തേപ്പ് എന്ന് പറഞ്ഞാൽ തുടയ്ക്കുന്ന തുണിയാണ്, അത് ചീത്തയായി കഴിഞ്ഞാൽ വലിച്ചെറിയും. വക്കുള്ള ഞണങ്ങിയ വക്ക് ആകുമ്പോൾ മടങ്ങിയ വക്കുള്ള കഞ്ഞിപ്പാത്രം ഉപയോഗിക്കാറില്ല, നമ്മൾ കളയും. ഒരട്ടി മണ്ണ്, ഇത്രയേ ഉള്ളൂ ഒരു പെണ്ണിന്റെ ജീവിതം എന്ന് പറയുന്നു. അപ്പൊ അതിന് അറ്റൂർ രവിവർമ്മയുടെ കവിതയുടെ ആശയം നിങ്ങൾ കണ്ടെത്തി എഴുതിയാൽ മതി. 17ാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂചകങ്ങൾ തന്നിരിക്കും. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ജീവചരിത്രക്കുറിപ്പ് എഴുതാനാണ് ചോദിച്ചത്. പേര്, ജനനം, സ്ഥലം, പ്രധാന കൃതികൾ, ബഹുമതികൾ എന്നിവ തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ പാരഗ്രാഫാക്കി എഴുതുമ്പോൾ നിങ്ങൾക്ക് 6 മാർക്ക് ലഭിക്കും. ഇനി 18 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 2 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 6 സ്കോർ വീതമാണ്. അപ്പോൾ 18ാമത്തെ ചോദ്യം KR മീരയുടെ ഓർമ്മയുടെ ജരമ്പ്. സ്ത്രീ സ്വാതന്ത്ര്യമുണ്ട്, അതിനകത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, ഇതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ആശയം എഴുതുക. അതും ഇൻട്രൊഡക്ഷനും ആൻസറുമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. 19 റിച്ചി മകൻ ഇവർ തമ്മിലുള്ള വൈകാരിക ബന്ധം സൃഷ്ടിക്കുന്ന ഭാഗങ്ങൾ നമുക്കറിയാലോ. സൈക്കിൾ മോഷ്ടാക്കളിൽ മകനും അപ്പനുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ എഴുതുക. 20ാമത്തെ ചോദ്യം പീലിക്കണ്ണുകളിലേതാണ്? ആറ്റിലും തീയിലും വീഴാതെ കണ്ടെന്നെ പോറ്റി വളർത്തിയത് നിങ്ങളല്ലോ, ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും നിങ്ങളെ ഒന്നും മറക്കുകയില്ല എന്ന് പറയുന്ന കൃഷ്ണന്റെ ആ ഒരു അച്ഛനമ്മമാരുള്ള സ്നേഹവായ്പും കരുതലുമാണ് എഴുതേണ്ടത്. 21ാമത്തെ ചോദ്യമാണ് ആ ഒരു പുതിയ മോഡലിൽ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം. തന്നിട്ടുള്ള പ്രയോഗങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ. ഈ പ്രയോഗങ്ങൾ ഏത് പാഠഭാഗങ്ങളിലാണോ ഉള്ളത് അത് ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. അത് നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇവിടെ കണ്ടിക്കൻ ചേല എന്ന് പറയുന്നത് ഏത് പാഠമായിട്ട് ബന്ധപ്പെട്ടതാണ്? പീലിക്കണ്ണുകളിലുള്ളതാണ്. അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്നത് അനുകമ്പ എന്ന പാഠത്തിലുള്ളതാണ്. ജിന്നൊരു വൈതലെ കൊണ്ടുപോയി എന്ന് പറയുന്നത് മുഹൈദ്ദീൻ മാലയിലേതാണ്. ഗുജലി തിരിവ് വാസന വികൃതിയിലേതാണ്. ആണൊരായിരം പുറപ്പെട്ടയിടത്ത് ആണൊരായിരം കാതം അവൾ നടന്നിട്ടും അത് ഏതിലുള്ളതാണ്? സംക്രമണത്തിലുള്ളതാണ്. ആര്യന്റെ പേര് പോലെ ശുഷ്കമായ വിരലുകൾ എന്ന് പറയുന്നത് ശസ്ത്രക്രിയയിലുള്ളതാണ്. അപ്പൊ ഇത്രയും ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു പാഠഭാഗങ്ങളും ഇതും കൂടെ ചേർത്ത് എഴുതുമ്പോൾ 6 മാർക്കാണ്. ഈ സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റുന്ന 6 മാർക്കാണ്. പാഠഭാഗങ്ങൾ നന്നായിട്ട് പാഠഭാഗങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇതിന് ഫുൾ മാർക്കും വാങ്ങാം. ഇനിയുള്ളത് ഗദ്യഭാഗം വായിക്കാം, എന്നിട്ട് അതിൻ്റെ ഉത്തരം, ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. അത് 1-2 വാക്യത്തിൽ ഉത്തരം എഴുതിയാൽ മതി. അത് കഴിഞ്ഞ് വരുന്ന ചോദ്യങ്ങൾ 1.5 കവിയാതെ എഴുതാനുള്ളതാണ് 8 മാർക്കിൻ്റേത്. പ്രണയതീരത്ത് സാന്ത്വനം കൊള്ളാൻ കൊതിക്കുമ്പോഴും അതിനാവാതെ പിടയുന്ന വിഹുല മനസ്സ്. അതായത് പ്രണയിതാക്കളായിരുന്നു, പക്ഷെ ഇപ്പൊ അവർ പിരിഞ്ഞതിന് ശേഷമാണ് അവർ കണ്ടുമുട്ടുന്നത്. അതാണ് സന്ദർശനം. ഈ നിരീക്ഷണം ശരിയാണോ? പ്രണയതീരത്തിന്റെ സാന്ത്വനം അവരുടെ ഉള്ളിലുണ്ടെങ്കിലും പക്ഷെ ഇപ്പോൾ അവർ പിരിഞ്ഞവരായതുകൊണ്ട് അവർക്ക് അത് ദുഃഖകരമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ അത് ഇൻട്രൊഡക്ഷനോട് കൂടി അതിന്റെ ആശയം എഴുതുക. പിന്നെ സിനിമയുടെ ജനപ്രിയതയുടെ അടിസ്ഥാനം, വാർപ്പ് മാതൃകൾ, ഒരേ രീതിയിലുള്ള കഥാപാത്രങ്ങൾ, സ്ഥിരം ശൈലിയിലുള്ള കഥ പറച്ചിൽ, ഒരേ ടൈപ്പ് ഇതിവൃത്തം, ഇതാണ് സിനിമയുടെ ജനപ്രിയത എന്ന് OK ജോണി പറയുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും സിനിമകൾ വെച്ച് നിങ്ങളുടെ സ്വന്തം ഉത്തരം, ഇത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്നാൽ കൂൾ ഓഫ് ടൈമിൽ ഇതിനെങ്ങനെ ഉത്തരം കണ്ടെത്തണം, ഏത് സിനിമയായിരിക്കണം പരാമർശിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നേരത്തെ ഓർത്ത് വയ്ക്കാം. ഇനി അവസാനത്തെ ചോദ്യം, നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി ശേഷിക്കാൻ പോവുകയാണ്. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്ത് കഴിഞ്ഞു. ഈ യാത്ര എന്ന് പറയുന്നത് എന്താണ്? മരണത്തിലേക്കുള്ള യാത്രയാകാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ വാക്കുകളുടെ നൃത്തഭംഗിയാണ് കവിതയെങ്കിൽ
ഈ പാഠഭാഗം കവിതയാകാൻ വെമ്പുന്ന ഒരു ഗദ്യമാണ്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ആ ഒരു ആശയം, പാഠഭാഗത്തിൻ്റെ ആശയം ഇൻട്രൊഡക്ഷനോട് കൂടെ എഴുതുകയാണെങ്കിൽ എൻ്റെ ഉത്തരവായി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാ പാഠങ്ങളിൽ നിന്നും ഏത് ഭാഗത്തു നിന്ന് ഏത് വരിയിൽ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ കാണുക. അപ്പോഴും നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് മാർക്ക് ചെയ്ത് തന്നെയാണ് പഠിക്കേണ്ടത്. വളരെ പെട്ടെന്ന് വരാവുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കും ആശയവും നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. നല്ല മാർക്കോടെ നിങ്ങളെല്ലാവരും പാസ്സാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ.